നബി പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, ഈദൻ തുക്ഫ ഹമ്മക ഫി ദുനിയ വൽ ആഖിറ. അങ്ങനെയാണെങ്കിൽ ഇനി ഇഹത്തിലും പരത്തിലും, ഇഹലോകത്തും പരലോകത്തും നിനക്ക് ടെൻഷൻ ഉണ്ടാകൂല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്ര ധന്യമാണിത്! സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. വിധങ്ങളേറെ സന്തോഷിച്ച മാസമല്ലേ ഇത്? മുത്തുനബിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുണ്ടാവുക അന്നല്ലേ? നിസ്കരിക്കും പോലെ, നോമ്പ് നോൽക്കും പോലെ, ഖുർആൻ ഓതും പോലെ തങ്ങളുടെ ഉമ്മത്തിന് ഇബാദത്തായി പരിഗണിക്കപ്പെടുന്ന ഒരു വലിയ സംഗതിയാണ് അവരവരുടെ നേതാവിന് വേണ്ടി ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ആ നേതാവിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ ആ സ്വലാത്തും സലാമും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. വളരെ ലളിതമായ സ്വലാത്താണല്ലോ, അത് ചൊല്ലിക്കോളൂ. ഇതെന്തു ചെയ്യണം? ശഅബാനിലാണ് ഇത് ഇറങ്ങിയതെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ്. ശഹ്റു റമളാനല്ലദീ